സിറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായാണ് മാർ റാഫേൽ തട്ടിൽ എത്തുന്നത്. മാർ ആന്റണി പടിയറ, മാർ വർക്കി വിധേയത്തിൽ, മാർ ജോർജ് ആലഞ്ചേരി എന്നിവരുടെ പിൻഗാമിയായാണ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലെത്തുന്നത്. ജനുവരി മാസം തട്ടിൽ പിതാവിന് അനുഗ്രഹങ്ങളുടെ മാസമാണ്. മെത്രാനായത് ഒരു ജനുവരി 15-നാണ്. പിന്നെ ശംഷാബാദ് മെത്രാനായത് വീണ്ടും ഒരു ജനുവരി 7-നാണ്. മെത്രാൻ എന്ന നിലയിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ സഭാ ശുശ്രൂഷ പാഠവും കുണ്ടുകുളം പിതാവിന്റെ പാവങ്ങളോടുള്ള കരുതലും ചേർന്നാൽ മാർ റാഫേൽ തട്ടിലായി. തന്നെ സന്ദർശിക്കുന്നവർക്കെല്ലാം ആവേശവും പ്രചോദനവും പ്രദാനം ചെയ്യുന്നുവെന്നതാണ് മാർ തട്ടിലിനെ വ്യത്യസ്തനാക്കുന്നത്. എപ്പോഴും സ്നേഹത്തോടെ പുഞ്ചിരിച്ചുള്ള ഇടപഴകൽ, മരുഭൂമിയിലെ തീക്കാറ്റുപോലുള്ള പ്രസംഗം, ശക്തമായ ഭാഷയും ഉച്ചാരണവും, അടുക്കും ചിട്ടയുമായുള്ള അവതരണ ശൈലി. 1956 ഏപ്രിൽ 21 തൃശൂരിൽ ജനിച്ച മാർ റാഫേൽ തട്ടിൽ വടവാതൂർ സെമിനാരിയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം 1980 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൗരസ്ത്യ കാനോനിക നിയമത്തിൽ ഡോക്ടറേറ്റും നേടി. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ ഭാഷകളിൽ നിപുണനാണ് ഇദ്ദേഹം. തട്ടിൽ പിതാവിന്റെ അമ്മ ത്രേസ്യാമ്മ മകന് നൽകിയ ഉപദേശം ഇതായിരുന്നു: ആരും പരാതി പറയാത്ത, പാവങ്ങളോട് കരുണ കാട്ടുന്ന നല്ല ഒരു വൈദികനാകണം. ഈ അമ്മയുടെ വിശുദ്ധിയുടെ ബാക്കിപത്രമാണ് തട്ടിൽ പിതാവ്. അമ്മയുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുന്ന മകൻ. ആ പുണ്യപ്പെട്ട അമ്മയുടെ മകന്റെ സഭയിലുള്ള തട്ടുകൾ ഉയരുകയാണിപ്പോഴും. സഭ ശംഷാബാദിലേക്ക് മെത്രാനെ ആവശ്യപ്പെട്ടപ്പോൾ തൃശൂർ അതിരൂപത കൊടുത്തത് ഏറ്റവും പ്രഗത്ഭനായ വിശുദ്ധിയുള്ള തട്ടിൽ പിതാവിനെയാണ്. 2017 ഒക്ടോബർ 10 ശംഷാബാദ് എപ്പാർക്കിക്കൊപ്പം കേരളത്തിലെ സഭയുടെ ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്തിയ പിതാവ് ഇന്ത്യ മുഴുവൻ സിറോ മലബാർ കുടിയേറ്റങ്ങൾ താണ്ടാനുള്ള ദൗത്യവും ഏറ്റെടുത്തു. പുലർച്ചെ 4 മണിക്ക് ഉണർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പിതാവിന്റെ രീതി. 2024 ജനുവരി 9 സിറോ മലബാർ സഭയുടെ സിനഡ് അദ്ദേഹത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്ത ദിവസം തന്നെ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന് കാനോനിക നിയമപ്രകാരമുള്ള അപ്പോസ്തോലിക സ്ഥിരീകരണവും നൽകി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.